ചൈനയുടെ മരുഭൂമി പ്രദേശങ്ങളിൽ അത്യാധുനിക മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ബങ്കറുകളും ആശയവിനിമയ കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള സൈനിക സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതായി റിപ്പോർട്ട്. ഇതു സംബന്ധിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 80-ലധികം കേന്ദ്രങ്ങളാണ് പുതുതായി നിർമ്മിക്കപ്പെടുന്നത്. ഇലക്ട്രോണിക് യുദ്ധമുറകൾ, ഉപഗ്രഹ ആശയവിനിമയം, കമാൻഡ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ ദൃശ്യമാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും വേണ്ടിയാണ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. കിഴക്കൻ ഷിൻജിയാങ്ങിലെ ഹാമിക്കടുത്തുള്ള 2 അഷ്ടഭുജാകൃതിയിലുള്ള സമുച്ചയങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. ഇതിലൊന്നാമത്തെ കേന്ദ്രം ഹാമി മിസൈൽ മേഖലയിൽ നിന്ന് 140 കിലോമീറ്റർ അകലെയും രണ്ടാമത്തേത് 230 കിലോമീറ്റർ അകലെയുമാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ലോപ്നൂർ ആണവ പരീക്ഷണ മേഖലയ്ക്ക് സമീപം മൂന്നാമതൊരു സമുച്ചയത്തിന്റെ പണി പ്രാരംഭഘട്ടത്തിലാണ്. ഈ കേന്ദ്രങ്ങളിൽ സൈനികർക്കുള്ള താമസ സൗകര്യങ്ങൾ, ആയുധപ്പുരകൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ ടെർമിനലുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് വിന്യസിക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉയർന്ന കരുത്തുറ്റ ഭൂഗർഭ സൗകര്യങ്ങളാണ് ന്യൂക്ലിയർ സൈലോ ഫീൽഡുകൾ. ഇത് US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കാണുള്ളത്. ആഴത്തിലുള്ള ഭൂഗർഭ ലോഞ്ച് ട്യൂബുകളുടെ ഈ ഗ്രിഡുകൾ ദേശീയ നിലനിൽപ്പ് ഉറപ്പാക്കുകയും ഒരാണവാക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള പ്രതിരോധ ശേഷി ഉറപ്പാക്കുകയും ചെയ്യുന്നു. കിഴക്കൻ സിൻജിയാങ്ങിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെയാണ് ഹാമി ന്യൂക്ലിയർ സൈലോ ഫീൽഡുകളുടെ തെക്ക് പടിഞ്ഞാറായി അഷ്ടഭുജാകൃതിയിലുള്ള പുതിയ മരുഭൂമി അടിസ്ഥാന സൗകര്യങ്ങൾ രൂപം കൊള്ളുന്നത്. അതേസമയം ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന നയമാണ് ചൈന ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും തായ്വാൻ വിഷയത്തിൽ വിദേശ ഇടപെടലുകൾ തടയാൻ ചൈന ആണവശക്തി ഉപയോഗിച്ചേക്കാമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നീക്കം. തായ്വാൻ തർക്കം കൈകാര്യം ചെയ്യുന്നതിൽ പിഴവ് സംഭവിച്ചാൽ അത് ചൈന അമേരിക്ക ബന്ധം വഷളാക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സൈനിക ആധുനികവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടുന്ന വശങ്ങളിലൊന്നാണ് ചൈനയുടെ ആണവ നിർമ്മാണം. ചില വിദേശ നയതന്ത്രജ്ഞർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ബീജിംഗിന്റെ സുതാര്യതയില്ലായ്മയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവശേഷികളിലും ഉദ്ദേശങ്ങളിലും ചൈനീസ് നേതൃത്വവുമായി ഇടപഴകാനുള്ള അമേരിക്കയുടെ പരാജയ ശ്രമങ്ങളുമാണ്. അതേസമയം സുരക്ഷാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ചൈനയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ആണവശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ വികസനം. എതിരാളി രാജ്യത്തിന്റെ ആദ്യ ആണവാക്രമണത്തിന് ശേഷവും ഫലപ്രദമായ തിരിച്ചടി നൽകാൻ കഴിയുന്ന ശേഷി ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള തന്ത്രപ്രധാന മത്സരം ശക്തമാകുകയും തായ്വാൻ വിഷയവുമായി ബന്ധപ്പെട്ട സംഘർഷ സാധ്യതകൾ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ചൈനയുടെ സൈനിക വികസനം ആഗോള സുരക്ഷാ അന്തരീക്ഷത്തിലും ആണവായുധ മത്സരത്തിലും പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം ചൈന ഇതുവരെ പുതിയ നിർമ്മാണങ്ങളെക്കുറിച്ച് വിശദമായ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. എന്നാൽ ദേശീയ സുരക്ഷയും തന്ത്രപ്രധാന പ്രതിരോധവും ശക്തിപ്പെടുത്തുന്നതിനുള്ള നിയമാനുസൃത നടപടികളുടെ ഭാഗമാണ് ഇത്തരം വികസനങ്ങളെന്ന് ചൈനീസ് ഭരണകൂടം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മരുഭൂമി പ്രദേശങ്ങളിലെ ഈ വൻ സൈനിക സമുച്ചയങ്ങൾ ഏഷ്യ പസഫിക് മേഖലയിലെ ശക്തി സന്തുലനത്തെ സ്വാധീനിക്കാനും ആഗോള ആണവ പ്രതിരോധ നയങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.